ഇന്നലെ നമ്മളെ പ്രൈസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കിലോമീറ്റർ എങ്ങനെ ജെന്യൂൻ ആണോ എന്ന് നോക്കാമെന്നാണ്. കാരണം നമ്മളിപ്പോൾ ഒരു വാഹനം നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കാം. അപ്പോൾ അത് ഉദാഹരണത്തിന് 40,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. ഇത് ജെന്യൂൻ ആണെന്ന് നമ്മൾ ഒറ്റയടിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ആ വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററിയാണ്. ആ സർവീസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വർഷത്തിലും, അല്ലെങ്കിൽ ചില വണ്ടികൾ 6 മാസം കൂടുമ്പോഴായിരിക്കും സർവീസ് ഉണ്ടാവുക, ചിലത് 1 ഇയറിലായിരിക്കും. അത് പ്രോപ്പറായിട്ട് കിലോമീറ്ററിൽ പോയിട്ടുണ്ടോ എന്ന് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യാം. രണ്ടാമതായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ആ വണ്ടിയുടെ കണ്ടീഷനാണ്. നമ്മളിപ്പോൾ ഇൻറ്റീരിയർ ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ ഈ സ്റ്റാരിങ്ങിലൊക്കെ തേയ്മാനം, അതേപോലെ ഗിയർ നോബ്, നമ്മളെ ബ്രേക്ക് പെഡൽസ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ആക്സിലേറ്റർ പെഡൽസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള തേയ്മാനങ്ങൾ, പിന്നെ സീറ്റിൻ്റെയും അതേപോലെ ഇൻറ്റീരിയറിൻ്റെയൊക്കെ വൃത്തി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഏകദേശം ഒരു ഡിസിഷൻ കിട്ടും, ഇത്രേ ഓടിയിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം. അതാണ് നമുക്കൊരു ഫസ്റ്റായിട്ട് നോക്കാൻ പറ്റുന്ന കാര്യം. പിന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ സ്കാൻ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോൾ മീറ്ററിൽ നമ്മൾ സ്കാനർ വെച്ചിട്ട് നമുക്ക് ആ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് സ്കാനർ വെച്ചിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ ആ രീതിയിലൊക്കെ സർവീസ് കൊടുക്കുന്ന കുറേ കമ്പനീസ് ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ അടുത്തായിട്ട് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഈ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 35,000 അല്ല 30,000 ഒക്കെ ഓടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ, അധിക വണ്ടികൾ ടയേഴ്സ് ഇപ്പോൾ പുതിയ വണ്ടികളൊക്കെ ആണെങ്കിൽ കമ്പനി വന്ന ടയർ തന്നെ ആയിരിക്കും. ചിലപ്പം കൂടുതൽ പഴക്കമുള്ള വണ്ടികളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക, കാലപ്പഴക്കത്തിനനുസരിച്ച് ചിലപ്പം നമ്മൾ ടയേഴ്സ് ബെൻഡായി കഴിഞ്ഞിട്ട് ചിലപ്പം മാറുന്ന കേസും ഉണ്ടാവാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ സർവീസ് ഹിസ്റ്ററിയാണ് ഫസ്റ്റ് നോക്കേണ്ടത്. എന്നാൽ മാത്രമേ എന്തുണ്ടാവും, നമുക്ക് ആ ജെന്യൂൻ ആണോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. പിന്നെ പുറത്തുനിന്നൊക്കെ പണിയെടുത്ത വണ്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പുകാരെ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് ആ വണ്ടിയുടെ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യാണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത്രയും കാര്യങ്ങൾ എന്താക്കണം, ഫസ്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതാകുമ്പോൾ എന്തുണ്ടാവില്ല, നിങ്ങൾക്ക് വലിയൊരു നഷ്ടത്തിലേക്ക് പോകുന്നത് തുടക്കത്തിലേ ഒഴിവായി കിട്ടും. അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ ടിപ്സുകൾക്ക് എന്താക്കണം, നമ്മൾ ഈ പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ്.